ഹലോ വെൽക്കം ബാക്ക്. കഴിഞ്ഞ വ്ളോഗിൽ ആരൊക്കെ ചോദിച്ചിരുന്നു നോമ്പൊന്നും നോറ്റിയില്ലേ എന്നുള്ളത്. ഞാനത് മുമ്പത്തെ വീഡിയോസാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. നോമ്പിൻ്റെ 2 ദിവസവും എനിക്ക് വീഡിയോസ് എടുക്കാനും പറ്റില്ല, ഷെയർ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പം ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നോമ്പെടുക്കാൻ പോയി, ഒരു ദിവസം നമ്മളെ വീട്ടിലും അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ്. തലേദിവസത്തെ പത്തിരിയും കറിയൊക്കെ ബാക്കിയുണ്ടായിരുന്നു. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ്, നോമ്പ് നോക്കാത്തവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇക്കാക്ക് നോമ്പ് പിടിക്കാൻ പറ്റില്ല എന്തായാലും. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നോമ്പാണ്. പക്ഷേ എന്താ പറയുക, നോമ്പ് നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, കീമോയിലല്ലേ, അതുകൊണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾ ഗാർഡൻ എങ്ങനെയുണ്ട് എന്നുള്ളത് ആരൊക്കെയോ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും പുറത്തിറങ്ങുമ്പോൾ എടുക്കണമെന്ന്. ഞാൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഞാനിത് ഇപ്പം അടുത്തൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. മാഷാ അല്ലാഹ് നന്നായിട്ട് വലുതായിട്ടുണ്ട്. ഇക്ക ഉണ്ടാക്കിയതാണിതൊക്കെ. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നതൊന്നും ആവില്ല എന്നൊക്കെ, പക്ഷേ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, മാഷാ അല്ലാഹ്. പിന്നെ എനിക്ക് ഇന്ന് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ, ഞാൻ ഒരാളുടെ കാര്യത്തിലും ഇടപെടാൻ നിൽക്കാറില്ല, ഒരു യൂട്യൂബേഴ്സിൻ്റെയും. എനിക്ക് ഒരു യൂട്യൂബേഴ്സിനോടും അധികം അടുപ്പമില്ല, ഒരു യൂട്യൂബേഴ്സും ഇല്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ കുറേ പേര് ഇടപെടാറുണ്ട്, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ആരുടെയും വീഡിയോസ് കാണാൻ നിൽക്കാറില്ല കേട്ടോ. അതൊന്നും കൊണ്ടല്ല, എനിക്ക് ഒന്നിനും സമയമില്ല. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയല്ല, മറ്റുള്ള യൂട്യൂബേഴ്സിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു വീട്ടമ്മയാണ്. കാരണം ഒരുപാട് ബാധ്യതകൾ എനിക്കുണ്ട്. ഞാൻ വെറുതെ ഇരുന്നാൽ, അല്ലെങ്കിൽ ഞാനൊന്ന് ടയർഡായി പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനുള്ള സമയം ഉണ്ടാവാറില്ല. ഞാൻ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് നോക്കാനും നിൽക്കാറില്ല. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണ വേറൊന്നുമല്ല കേട്ടോ. ഇത് നമ്മൾ ഐഷാസ് കാർട്ടിലെ പ്രോഡക്റ്റാണ്. ഇതിപ്പം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇത് ഓൾറെഡി നമ്മളുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. വെറും 2 ദിവസത്തിനകത്ത് നമ്മളുടെ ഈ പ്രൊഡക്റ്റ് അത്രയും സെയിലായിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ഐഷാസ് കാർട്ടിൽ നമ്മളിടുന്ന പ്രോഡക്റ്റ്സ് ഒട്ടുമിക്കതും 1-2 ദിവസം കൊണ്ട് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട്. അത്രയും ആൾക്കാർ വിശ്വാസത്തോടെ വാങ്ങിക്കുന്നതാണ്. അതിൽ ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വ്യൂവേഴ്സിനോട്. അതിൽ ഞാൻ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ പ്രോഡക്ട്സും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒത്തിരി പ്രോഡക്ട്സ് അതിൽ എന്താ പറയുക, ബൾക്കായിട്ട് വന്നതൊക്കെ ഞാൻ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാത്തതുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ചില പ്രോഡക്റ്റ്സ് നമുക്കറിയില്ലല്ലോ, ബൾക്കായിട്ട് വരുന്നതിൽ ക്വാളിറ്റി ചെക്ക് ചെയ്താലും ചിലത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ ഡാമേജ് ആയിപ്പോവും, അയക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കിട്ടിയാൽ. അപ്പോൾ അതൊക്കെ നമ്മൾ റിട്ടേൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ പക്കായിട്ടാണ് നടക്കുന്നത്. പക്ഷേ ചില ആൾക്കാർ യൂട്യൂബേഴ്സാണ്, എനിക്ക് അറിയില്ല എന്തിനാണ് അവരിതൊക്കെ ചെയ്യണമെന്നുള്ളത്. നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ട്, മീൻസ് ഇങ്ങനത്തെ പ്രോഡക്റ്റ്സൊക്കെ പലതും പല ടൈപ്പ്, ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ലല്ലോ, ചൈനയിൽ നിന്ന് വരുന്നതല്ലേ. അപ്പോൾ അതിൽ പല ക്വാളിറ്റിയും അവൈലബിൾ ആണ്. പക്ഷേ എന്താ പറയുക, നമ്മളുടെ ഒരു പ്രോഡക്റ്റ്, നമ്മളുടെ ഒരു ബ്രാൻഡിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് എന്തോ, എനിക്കൊരു വ്യൂവർ എനിക്ക് അയച്ചെന്നാണ് ഒരു വീഡിയോ. അതിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. അത് എല്ലാ പ്രൊഡക്ട്സിനും പറ്റിയിട്ട് പറയുന്നില്ല, എന്നെയും ഉദ്ദേശിച്ചില്ല. പക്ഷേ അത് എനിക്ക് വ്യൂവർ അയച്ചു തന്നപ്പോൾ അവർ പറഞ്ഞത്, ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ത, ശരിക്കും പോലെ ഇത് നല്ല തന്നെയാണോ എന്ന്. അപ്പോൾ എന്തങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ ആ വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഞാൻ ആരുടെയും വീഡിയോസ് കാണാൻ നിൽക്കാറില്ല എന്ന് പറഞ്ഞില്ലേ, സമയമില്ലാത്തതുകൊണ്ട്. പക്ഷേ എൻ്റെ വീഡിയോസ് എല്ലാവരും ഇരുന്ന് കാണാറുണ്ട്. ഞാൻ പലരുടെയും വീഡിയോസിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ നെഗറ്റീവ്സ് പറഞ്ഞാൽ കാണാറുണ്ട്. ഞാൻ അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കാറില്ല. സത്യം പറയുമെങ്കിൽ എനിക്കതിൽ നേരമില്ല. ഇനി ഈ പ്രൊഡക്റ്റ് കണ്ടോ, ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിങ്ങനെ തൊടുമ്പോഴത്തേന് ഇങ്ങനെ ഇളകി പോവും, അങ്ങനെയൊക്കെ ഒരു രീതിയിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ എത്ര ഡ്രസ്സ് ഇട്ടാലും, ഞാനിത് വർഷങ്ങളായിട്ട് വേറെ ആൾക്കാരുടെ ഒരു പ്രൊഡക്റ്റാണ്, അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഞാനിത് ഐഷാസ് കാർട്ടിൽ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഞാൻ ഉപയോഗിച്ച് അത്രയും, എനിക്ക് ഫ്ലാറ്റിലൊക്കെ ഉപയോഗിച്ച് അത്രയും മഴയത്തും വെയിലത്തും ഒന്നും വീഴാണ്ട് അത്രയും നല്ലപോലെ നിന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് ലൈറ്റ് വെയിറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അത് എപ്പോഴും വീണ് പോകില്ല. പിന്നെ ഭയങ്കര കാറ്റും മഴയൊക്കെ ഉണ്ടെങ്കിൽ മരങ്ങൾ വരെ വീഴുന്നത്. അപ്പോഴാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രയർ വീഴാണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യത്തിന് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മൾ ഐഷാസ് കാർട്ടിലേത്, അത്രയും പറയാനുള്ളൂ. ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് യൂട്യൂബിലുണ്ടായിട്ടും എനിക്ക് യൂട്യൂബിൽ പേഴ്സണലി ഒരൊറ്റ ഫ്രണ്ട് പോലും ഇല്ല കേട്ടോ. അത് നിങ്ങൾക്കറിയാം, ഞാൻ ഒരൊറ്റ മീറ്റപ്പിനും അങ്ങനെയുള്ള ഒരു പരിപാടിക്കും പോകാറില്ല. കാരണം ഒന്ന്, സമയമില്ലാത്തതുകൊണ്ട് തന്നെ. രണ്ടാമതായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയും, അത് പിന്നെ പ്രശ്നങ്ങളാവും. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും കേൾക്കാനും താല്പര്യമില്ല, എന്താ പറയുക, സമയമില്ല അങ്ങനെ.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബാക്ക് ടു നമ്മുടെ വ്ളോഗിലോട്ട് കിടക്കാം. ഇതാരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുന്നു. മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പേഴ്സണലി എനിക്കിത് കേട്ടപ്പോൾ വിഷമമായി. അതെനിക്ക് പറയണമെന്ന് തോന്നി. ഇനിയും പറയാണ്ടിരിക്കുമ്പോൾ ശരിയില്ലല്ലോ. ഓക്കെ, ഒരുപാട് നാളായിട്ട് ഞാനിങ്ങനെ കേൾക്കുന്നതാണ്, പക്ഷേ ഞാനതിനൊന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇന്ന് കൂവപ്പൊടി ഉണ്ടാക്കുകയാണ്. ഇത് ഉമ്മ ഇക്കാക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് വീഡിയോയിൽ കാണിക്കാം. നല്ലൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ കൂവപ്പൊടി. പിന്നെ ഞാനിത് ഇൻസ്റ്റഗ്രാമിലേക്ക് ആണ് ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാനിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം മക്കൾ പറയുന്നുണ്ടായിരുന്നു പാസ്ത ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് വൈറ്റ് സോസ് പാസ്ത. അപ്പോൾ അതൊന്ന് കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ അവർ പറയുന്നതാണ്. പിന്നെന്താ, അപ്പോൾ ആ നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പോകുന്നത് കേട്ടോ. കാരണം നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു തിരക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നോമ്പ് തുറന്നതിന് ശേഷം ഞാൻ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പരിപാടികളൊക്കെ അതാ ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം കൂവപ്പൊടീൻ്റെ വീഡിയോ എടുത്തു. കൂവപ്പൊടി ജസ്റ്റ് ആദ്യം തേങ്ങാപ്പാൽ 2 പാലിൽ 2 ടീസ്പൂൺ കൂവപ്പൊടി ഒന്ന് നന്നായിട്ട് കമ്പൈൻ ചെയ്യാം. എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 പാൽ ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ട് 2 പാലിൽ കുറച്ച് ഒഴിച്ചിട്ട് കൂവപ്പൊടി നന്നായിട്ട് കമ്പൈൻ ആക്കുക. എന്നിട്ട് 2 പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക, ഒരു 1/2 കപ്പോളം. എന്നിട്ട് അതിൽ കുറുക്കിയെടുക്കുക. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ 1 പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യുക കേട്ടോ. ഇത് കൂവപ്പൊടി കുറുക്കുന്ന സമയത്ത് നെയ്യും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പുറത്ത് പാസ്ത ഒന്ന് വേവിച്ചെടുക്കുകയാണ്. വൈറ്റ് സോസ് ഉണ്ടാക്കുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം വീഡിയോ എടുക്കാൻ നിന്നാൽ എങ്ങനെയായാലും നന്നായിട്ട് ലേറ്റ് ആവും. പിന്നെ എനിക്ക് പറഞ്ഞ സമയത്ത് അവിടെ എത്താൻ പറ്റില്ല. പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ മാനേജർ ഉണ്ടല്ലോ, ആൾക്കും പോകാനുണ്ട് നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോഴേക്കും. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് വീഡിയോ നിർത്തി. അപ്പോൾ നമ്മുടെ ഈ കൂവപ്പൊടി ഇതാ ഇങ്ങനെ വരികയും നല്ല ടേസ്റ്റ് ആട്ടോ. കുറച്ച് ഉപ്പും ഒരു നുള്ളു ഉപ്പും പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പം ഈ കക്കൊക്കെ നല്ലതാണ് കഴിക്കുന്നത്. അപ്പോൾ സാധാ ഇങ്ങനെ വെള്ളം പോലെ കുടിക്കുന്നുണ്ടല്ലോ, അതെനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ ഇഷ്ടമല്ല. അപ്പോൾ ഉമ്മ ദാ ബാക്കിയുള്ള ആ ഒരു പാത്രത്തിൽ എന്താ പറയുക, കൂവപ്പൊടി ഉണ്ടാക്കിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതും കൂടി എടുത്തിട്ട് കുടിക്കുകയാണ്. കാരണം കൂവപ്പൊടിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഈ കൂവപ്പൊടി എൻ്റെ നാത്തൂന് വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ, മൂത്തത്താത്ത. പിന്നെ പാസ്ത റെഡി ആയിട്ടുണ്ട്. അതിന് കളറ് വൈറ്റാണ്, പക്ഷേ വീട്ടിൽ നിന്ന് വണ്ടിയിൽ നിന്ന് എടുത്തതുകൊണ്ട് എന്തുകൊണ്ട് കളറ് വേറൊരു കളറായിട്ടുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിലെത്തി. പിന്നെ ഞാൻ ആകെ മറന്നുപോയി കേട്ടോ, വേഗം ഭക്ഷണം കഴിക്കലും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോസ് ആട്ടോ. ഇത് കുറേ നാളായിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. നല്ലൊരു വ്ളോഗ് പോലെ, ഒരു നാടൻ വ്ളോഗ് പോലെ എടുത്തതാണ്. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല. അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് പ്രൊമോഷൻ വീഡിയോസൊക്കെ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ പെൻഡിങ് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ചില വീഡിയോസിലൊക്കെ ഞാൻ പറയും, എനിക്കിങ്ങനെ എന്താ പറയുക, ചെറിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിങ്ങനെ അപ്പം വൃത്തിയാക്കണം, എനിക്കങ്ങനെ ഒരു ഹോബി ആയിപ്പോയി. അതെന്താണെന്നറിയില്ല. അപ്പോൾ ഇക്കങ്ങനെ എപ്പോഴും പറയും ലാസ്റ്റ് എല്ലാം കൂടി ആണ് വൃത്തിയാക്കിയാൽ പോരെയെന്ന്. അങ്ങനെയല്ല, നമ്മൾ അപ്പക്കപ്പം വൃത്തിയാക്കുന്നതും ലാസ്റ്റ് എല്ലാം കൂടി വൃത്തിയാക്കുന്നതും ഭയങ്കര ഡിഫറൻസാണ്. അപ്പോൾ ഞാൻ മക്കളോടും പറയുന്നതാണ്, എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അത് അപ്പം വൃത്തിയാക്കാൻ നോക്കുക. കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരുപാട് പണിയാവും, പിന്നെ കേടായി പോകും. അങ്ങനെ അതുപോലെ എന്തെങ്കിലും ഒന്ന് കേടായാൽ അത് വേഗം അപ്പം തന്നെ നന്നാക്കാൻ നോക്കാം. കുറേ നാളുകൾ ശേഷം കഴിഞ്ഞാൽ പിന്നെ നന്നാക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ ഇന്ന് നമ്മൾ ചോറിന് കുമ്പളങ്ങ കറിയും പയറിൻ്റെ ഇല തോരനും പിന്നെ ബീഫ് വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ റുക്കിയാമൊക്കെ ഉണ്ട്. അപ്പം മീൻസ് ആരെയും ഇതാക്കി പറയില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ആവണമെങ്കിൽ നമ്മൾ തന്നെ വൃത്തിയാക്കണം. ഇത് ഈ ഒരു വാഴൻ്റെ ഇല ഒരു 2-3 ദിവസം മുമ്പ് ഇവിടെ ഞാൻ എടുത്തതാണ്. അതവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ എന്താ പറയുക, എല്ലാം ഇങ്ങനെ ക്ലിയറായിട്ട് കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇനിയിപ്പം അത് ചിലപ്പം നമ്മൾ എത്ര ആൾക്കാരെ വെച്ചാലും അവർക്കത് ചെയ്താലും എന്താ പറയുക, എനിക്ക് തൃപ്തികരമാവണമെങ്കിൽ എൻ്റെ കൈ തന്നെ വേണം. അപ്പോൾ ഞാനിതൊന്ന് ഇങ്ങനെ വിറക് വെക്കുന്ന സ്ഥലമാണ്, അതങ്ങനെ അടുക്കിപ്പെറുക്കി വെക്കണം എന്നൊന്നുമില്ല. പക്ഷെ അതിങ്ങനെ അറേഞ്ച് ചെയ്ത് അതൊക്കെ വൃത്തിയാക്കി വെക്കുമ്പോഴല്ല അതിൻ്റെ ഒരു രസം. അപ്പം ഞാൻ ഏതായാലും ഞാനിത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ല കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ വീഡിയോ എടുക്കുന്ന ആൾ ഇതൊക്കെ എടുത്ത്, അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഞാൻ മെനക്കെടാണ്, അപ്പം എന്നാൽ എടുത്തോ അങ്ങനെ.
പിന്നെ ഞാൻ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ടല്ല കേട്ടോ ഇങ്ങനെയൊന്നും ചെയ്യൽ. എനിക്ക് സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ ഞാൻ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സല്ല വീട്ടിലിടൽ. വീട്ടിൽ നമ്മൾ ലേഡീസ് തന്നെയല്ലേ ഉള്ളൂ. പിന്നെ പുറത്തുനിന്ന് ആരുമില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ ഔറത്ത് മറിച്ചിട്ട് ഇപ്പം നിങ്ങളിപ്പോൾ എനിക്ക് ആ കോളത്തിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പാൻസും ടീഷർട്ട്സും ഒക്കെ ഇട്ടിട്ട് തന്നെ നടക്കാറ്. പക്ഷേ അതൊന്നും ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. എനിക്ക് കംഫർട്ടബിൾ അതാണ്. അപ്പോൾ നൈറ്റി ഇടാറുണ്ട്. അത് ഹാഫ് സ്ലീവ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫുൾ സ്ലീവ് ഉള്ളത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സ് ഇടുന്നത്. എന്ന് വെച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ആരൊക്കെയോ അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഫുൾ ടൈം ഇങ്ങനെ അയ്യോ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് നടക്കുക? എനിക്കറിയില്ല. ഞാനിങ്ങനെ തലയിൽ ഇങ്ങനെ മഫ്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഷോളൊക്കെ ഇങ്ങനെ ഭയങ്കര ചുറ്റി കെട്ടിയിട്ട് അങ്ങനെയൊന്നും നമുക്ക് നടക്കാൻ പറ്റില്ല ഫുൾ ടൈം. പിന്നെ നമ്മൾ വീട്ടിൽ അന്യ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ കവേർഡായിട്ട് നടക്കണം. അപ്പോൾ പിന്നെ ഫുൾ കവേർഡ് ആക്കും. ഞാനിവിടെ ഗ്രാനൈറ്റ് വെക്കണം, ഇവിടെ വൈറ്റ് കളറ് ടൈല് വെക്കണം, മാറ്റ് ഫിനിഷിൻ്റെ ഒക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലിപ്പായി പോവും ചെയ്യരുത്, എന്നാൽ വൈറ്റ് ആകുമ്പോൾ നല്ല വൃത്തിയിൽ കിടക്കും. അപ്പോൾ ഞാനൊക്കെ ഇവിടെ ഈ ഒരു ഏരിയയിൽ എന്നോട് ഇങ്ങനെ പലരും ചോദിക്കും എന്തിനാണ് അവിടെ തുടക്കണമെന്ന്. എനിക്കതിങ്ങനെ തുടച്ചിട്ട് അടിച്ച് വാര് മാത്രമല്ല, ആ ഒരു ടൈല് തുടച്ചിട്ടാണ് നടക്കില്ല. എനിക്ക് അവിടെ മക്കളോട് പോലും റൂഹിനെ പോലും ഞാൻ പറയും കച്ചറാക്കരുതെന്ന്. കാരണം എനിക്കിങ്ങനെ അതിങ്ങനെ വൈറ്റായിട്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ എനിക്ക് എപ്പോഴും എനിക്ക് സമയം കിട്ടില്ല അത് ചെയ്യാൻ. അപ്പോൾ പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ചെയ്യും. ഇതിപ്പം നിങ്ങൾ ഫസ്റ്റത്തെ വീഡിയോയിൽ ആ ഒരു അയൽ കാണിച്ചില്ലേ, ഡ്രസ്സ് അയലിൽ, ആ സമയത്ത് മീൻസ് ഇത് അതിന് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോസാണ്. കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞില്ലേ, അയലാട്ടത്. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പം ഇതെങ്ങനെ നമുക്കിങ്ങനെ എവിടെയും കൊണ്ട് വെക്കാൻ പറ്റും അയൽ അങ്ങനെ. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, വൃത്തിയാക്കിയതാണ് ഫസ്റ്റ് കാണിച്ചത്. ഇത് അങ്ങനെ അതുകൊണ്ട് ഒരു 2-3 ദിവസം നമുക്ക് ഒരു തവണ ക്ലീനാക്കി കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം ആ ഒരു വൃത്തിയിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും അതിങ്ങനെ വൃത്തിയാക്കിയത് കാണാൻ. എന്താ പറയുക, പണ്ട് ഞാൻ അത്ര വൃത്തിയാക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ളവരിങ്ങനെ വൃത്തിയാക്കുന്നത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ് പറ്റുന്നതെന്ന്. പക്ഷെ എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ട്. അത് ഇക്കങ്ങനെ പറയും ചെയ്യും ഭയങ്കര സൈക്കോ ആവുന്നുണ്ടോയെന്ന്. ശരിയാണ്. നമ്മൾ വൃത്തിയാക്കി കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തിയാണ് അല്ലേ. അപ്പം മേലൊക്കെ മക്കളോട് ഞാൻ അടിച്ചു വരാൻ പറയും. പിന്നെ ഞാൻ പോകുമ്പോൾ വീണ്ടും കച്ചറ കാണും, വീണ്ടും ഞാൻ അടിച്ചു വരും, അവരെ ചീത്ത പറയും. പിന്നെ ഞാൻ വിചാരിക്കും അവർക്ക് പറ്റുന്ന അവർ ചെയ്തു, പിന്നെ എനിക്ക് നല്ലപോലെ കാണണമെന്നാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം അല്ലേ. അങ്ങനെ തന്നെയായിരിക്കും മിക്ക ആൾക്കാരുടെ സ്ഥിതി. നമ്മൾ വിചാരിക്കണ പോലെ മറ്റുള്ളവർ ചെയ്യണം എന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ ആവണമെന്നാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അതാണിപ്പോൾ ഇവിടെ എനിക്ക് ഓരോ സാധനങ്ങളും ഞാൻ വെച്ച പൊസിഷൻ തന്നെ കാണണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഞാൻ തന്നെ മെനക്കെട്ടിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഇവിടേക്ക് അത് ക്ലീൻ ആയതിന് ശേഷമുള്ള സീന് കാണുമ്പോഴേ നിങ്ങൾക്കത് എത്രത്തോളം വൃത്തികേടായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ എനിക്കിങ്ങനെ കവറുകൾ ഇങ്ങനെ ചട്ടി കലം അതിങ്ങനെ അങ്ങനെ പരത്തി കിടക്കുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കണം. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ കണ്ടില്ലേ നിങ്ങൾ, നമ്മൾ ആർക്കിടെക്റ്റ് പറഞ്ഞിരുന്നു പല ഡിസൈൻസും. എനിക്കിങ്ങനെ വീട്ടിൽ കുറേ സ്ഥലം ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതും എനിക്കിഷ്ടമാണ്. കുറേ സാധനങ്ങൾ കുത്തി നിറക്കുമ്പോഴേ നമ്മൾ വീട് ചെറുതായി പോലെ തോന്നും. ഇപ്പോൾ നമ്മളെ വീട് കുറച്ചെങ്കിലും ഒരു സ്പേഷ്യസ് ആയി തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ നിറച്ചിട്ടില്ല, കുറച്ചൊന്നും ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീടിനകത്ത് കുറച്ചുകൂടെ വലുപ്പം തോന്നുന്നത്. അപ്പോൾ നമ്മൾ വീടുണ്ടാക്കുമ്പോഴൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ വീടൊന്നുകൂടെ സ്പേഷ്യസ് ആവും. ചില വീട്ടിൽ നമ്മൾ കയറിയാൽ സാധനങ്ങളോട് നിറഞ്ഞിട്ടുണ്ടാവും, ഇൻറ്റീരിയറായിട്ടും കുറച്ച് ചെടികളായിട്ടും അവിടെ തൂങ്ങി അവിടെ ഹാങ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സും അങ്ങനെയൊക്കെ ആയിട്ട്. ചിലർക്കത് ഇഷ്ടമാവും, പക്ഷേ എനിക്ക് നമ്മളെ ഓരോരുത്തരും ഇഷ്ടമല്ല. എനിക്കങ്ങനെ കുറേ സാധനങ്ങൾ കുത്തി നിറക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ വീട് റിലേറ്റഡ് ഇപ്പോഴും കുറേ ആൾക്കാർ ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഞാൻ ഇൻഷാ അല്ലാ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീട്ടിൽ എനിക്കിഷ്ടപ്പെടാത്ത കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അത് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻസിലൊന്ന് അറിയിക്കൂ, ഉടൻ തന്നെ ഞാൻ ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ വെച്ചതിൽ ഫ്ലോപ്പായതും ഇഷ്ടപ്പെടാത്തതും വെക്കണ്ടായിരുന്നു എന്ന് തോന്നിയ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അത് ഞാൻ അത് മാത്രം എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട് ഉണ്ടാക്കുന്നവർക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ കൊട്ടത്തളം ഉണ്ടല്ലോ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ. ഇതിന് കൊട്ടത്തളം എന്നും പറയും, പിന്നെ പുറത്തുള്ള വർക്ക് സ്പേസ് എന്നും പറയും. ഇവിടെ അമ്മിയൊക്കെ വെക്കാനായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നു, പക്ഷെ ഇതുവരെ അമ്മി വെച്ചിട്ടില്ല. അമ്മി ഉണ്ട് ഇവിടെ, വെക്കണം, കൊണ്ടുവന്ന് വെക്കണം. പക്ഷെ അമ്മി വെച്ചാൽ ഈ ഒരു ഷോ പോകുമെന്നൊരു സംശയമുണ്ട്.
കാരണം ഇതിൽ അമ്മി ഈ ഒരു ടൈലിൻ്റെ മേലെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രാനൈറ്റിൻ്റെ മേലെയാണ് അമ്മി വെക്കാനുള്ളത് കേട്ടോ. പിന്നെ പറഞ്ഞ് എവിടേക്കോ എത്തി. ഞാനിത് ഈ ക്ലീനിങ് മൊത്തത്തിൽ കാണിക്കാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വൃത്തികേടായത് നിങ്ങൾ കണ്ടല്ലോ, പിന്നെ ഇത് എങ്ങനെ വൃത്തിയാക്കുന്നതെന്നും കാണണ്ടേ. എന്നിട്ടല്ലേ ഫൈനൽ ലുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രാനൈറ്റ് ഇല്ലേ, അതിൽ നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് അവിടെ ഗ്രാനൈറ്റ് ക്ലീൻ ആവുന്നില്ല. സർഫ് വെച്ചിട്ട് ക്ലീൻ ആക്കി വെള്ളം ഒഴിച്ച് കഴുകി എന്നിട്ട് തുടച്ചെടുക്കുമ്പോഴാണ് അത് ഭയങ്കര ക്ലീനായിട്ട് കിടക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഇവിടെയും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കാണാം. ഇങ്ങനെ തുടച്ചാലാണ് അത് നല്ല വൃത്തിയായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഗ്രാനൈറ്റിൽ ക്ലീൻ ആക്കാൻ പറ്റിയ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് പറയൂ. പിന്നെന്താ, ഇപ്പോൾ കണ്ടോ അവിടെ ആ ഒരു ഏരിയ ഒന്ന് ഭയങ്കര ഒന്ന് ക്ലിയർ ആയില്ലേ. ഇവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു കൺജസ്റ്റായിട്ട് പോലെ തോന്നും. ഈ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ നമുക്ക് ഫുള്ളി കവേർഡായിട്ട് തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മീൻസ് ആരോ നെഗറ്റീവായിട്ടും എടുത്തു കേട്ടോ. വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്രയും ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇടുന്നത്, അപ്പോൾ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്താൽ പോരെയെന്നൊക്കെ. അങ്ങനെയല്ല, നമ്മൾ വീഡിയോയിൽ കുറേ ആൾക്കാർ കാണുന്നില്ലേ, നമ്മൾ അവരത്ത് കവർ ചെയ്തിട്ട് തന്നെ വേണ്ടേ, ഫുൾ സ്ലീവൊക്കെ ഇട്ടിട്ട് ഫുൾ കവേർഡായിട്ട് തന്നെ വേണമല്ലോ. അതുപോലെ തന്നെ ലൂസ് ഡ്രസ്സ് ഇട്ടിട്ട് ഷേപ്പ് കാണാത്ത തന്നെ വേണമല്ലോ. മാക്സിമം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈവൻ കാല് വരെ കാണിക്കാതെ ഞാൻ നോക്കാറുണ്ട്. ഇപ്പോൾ ഇതിൽ ചെറുതായിട്ടൊക്കെ കാല് കാണുന്നുണ്ട്. അതിപ്പം എന്താ ചെയ്യേണ്ടത് എനിക്കൊരു പിടുത്തമില്ല. എനിക്ക് ഉറപ്പൊന്നുമില്ല, എവിടെയെങ്കിലും അറിയാണ്ടതാണെങ്കിൽ അത് അറിയാണ്ട് സംഭവിച്ചായിരിക്കും. പക്ഷേ അറിഞ്ഞുകൊണ്ട്, ഞാനിപ്പോൾ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കാല് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടുള്ളതൊക്കെ ഞാൻ പിന്നെ കട്ട് ചെയ്യാനും പറ്റില്ല. അപ്പം ബ്ലറാക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കും ഞാൻ അവിടെ എന്തെങ്കിലും അഴുക്കുള്ളതുകൊണ്ട് ഒഴിവാക്കിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബ്ലറാക്കിയത് കേട്ടോ. അപ്പോൾ എന്താ, ഇനി അവിടെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ അയലിലുള്ളതൊക്കെ ഒന്ന് മടക്കി വെക്കണം. ഇവിടെ ഇപ്പം ആ നേരെ കാണുന്ന ഒരു റൂമില്ലേ, ബാത്റൂം, അവിടെ പുറത്ത് നമ്മൾ കുളിക്കാനും നിൽക്കാറില്ല. അകത്ത് ബാത്റൂം ഉണ്ടല്ലോ, വാഷിങ്. അപ്പോൾ അതിനായിട്ട് അത് വാഷ് ചെയ്യാനുള്ളൊരു ലോണ്ട്രി റൂമായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, പുറത്തത്തെ ബാത്റൂം. ഈ എൻ്റെ റൈറ്റിൽ കാണുന്നത്, അതിനകത്താണ് വാഷിംഗ് മെഷീൻ ഇട്ടുള്ളത്. പിന്നെ നേരെ വാഷിംഗ് മെഷീൻ അലക്കിയിട്ട് നേരെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അയലിടുകയും ചെയ്യാം. ഭയങ്കര എളുപ്പമാണ്. അതുപോലെ മേലെയും വാഷിംഗ് മെഷീൻ ഉണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക്കും ഉണ്ട് കേട്ടോ. സെമി ഓട്ടോമാറ്റിക് താഴെയും ഫുൾ ഓട്ടോമാറ്റിക് മേലെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പുറം പണികളൊക്കെ കഴിഞ്ഞു. ഇനി കുമ്പളങ്ങാക്കറി റെഡിയാക്കണം. ഉമ്മ അവിടെ പയറിൻ്റെ ഇല കട്ട് ചെയ്യുന്നുണ്ട്. കുമ്പളങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മുളക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. അതിലോട്ട് പുളി സോക്ക് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തേങ്ങ, ചെറിയുള്ളി, ചെറിയ ജീരകം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ബബിൾസ് വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം. ബബിൾസ് വന്നിട്ട് തിളച്ച് മറിയാൻ പാടില്ല, അങ്ങനെ. അപ്പോൾ ഇതാണ് കറിയുടെ ആ ഒരു റെസിപ്പി കേട്ടോ. എന്നാലും ഞാൻ ഇതുപോലെ എന്തോ ചെയ്തപ്പോൾ ചോദിച്ചു റെസിപ്പി. ഞാനാണെങ്കിൽ അതിൽ പറയാനും മറന്നുപോയി. പിന്നെ കമൻസിൽ ചോദിക്കുമ്പോൾ നമുക്ക് ആ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്തിടാൻ ഭയങ്കര പാടില്ലേ. ഇപ്പോൾ കമൻസിൽ ഇങ്ങനെ വോയിസ് ഇടുന്നത് വന്നിട്ടുണ്ട് അല്ലേ, റിപ്ലൈ. ഞാനിങ്ങോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് അപ്ലോഡ് ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. എപ്പോഴും നമുക്കത് പറ്റണം എന്നില്ലാന്ന് തോന്നുന്നു. പിന്നെന്താ, ഇനി ബീഫ് റെഡിയാക്കുന്നത് കാണിക്കാം. ബീഫ് ഞാൻ റെസിപ്പി ആയിട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ബീഫ് ഒരു അത്യാവശ്യം ഉണ്ട്, 1.5 കിലോളം ഉണ്ട്. ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചു. കുറച്ചൊരു സ്നാക്ക് ഉണ്ടാക്കാനും വേണം. ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ, ഉപ്പ് എല്ലാം കൂടി തേച്ചിട്ട് നന്നായിട്ട് കമ്പൈൻ ആക്കുക. കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്തോളൂ, അല്ലെങ്കിൽ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. എന്നിട്ട് വേവിച്ചെടുക്കുക. ഒരു തക്കാളി ഇട്ടാൽ മതി കേട്ടോ, ഒരു ചെറിയ തക്കാളി. എന്നിട്ട് ബീഫ് വേവിച്ചെടുക്കുക. പിന്നെ ബീഫിൻ്റെ വേവ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും പറയാം. എത്ര വിസിലെന്ന് ചോദിക്കാറുണ്ട്. അതായത് ഇളയ ബീഫാണ്, നമ്മൾ വാങ്ങിക്കുമ്പോൾ അറിയണം നമ്മൾ ബീഫ് ഇളയതാണോ എന്നുള്ളത്. ഇളയ ബീഫാണെങ്കിൽ ഒരു 2-3 വിസിലിൽ കുക്കാവും. നല്ല മൂത്ത ബീഫാണെങ്കിൽ അത്യാവശ്യം സമയമെടുക്കും. ഒരു 4-5 വിസിൽ ചെറിയ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് അത്യാവശ്യം കുക്ക് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഞാൻ വേറെ വീഡിയോയിൽ ഇട്ടിക്കണമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഇത് ഈ ഒരു ദിവസം എടുത്തതാണ്. പക്ഷേ എനിക്ക് വേറൊരു വീഡിയോയിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം എടുത്തതുകൊണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ.
പിന്നെന്താ അങ്ങനെ തന്നെയാണ് നമ്മൾ മീൻസ് ഒരു ദിവസം എടുക്കുന്ന വീഡിയോസ് ആവില്ലല്ലോ, കുറേ ദിവസത്തെ ചെറിയ ചെറിയ ക്ലിപ്സ് ആവുമല്ലോ. ഒരു ദിവസം മുഴുവനായിട്ട് നമ്മൾ വീഡിയോ എടുക്കാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ലൈഫ് ഇല്ലാണ്ടായി പോകും. ഞാനാണെങ്കിൽ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കലും പോസ്റ്റ് ചെയ്യലും എല്ലാം കൂടി ആകുമ്പോൾ പിന്നെ എന്താ പറയുക, ഭയങ്കര ഇപ്പം തന്നെ എനിക്ക് ഭയങ്കര ബോറിങ്ങാണ്. അപ്പോൾ ആരോ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് പിന്നെ വീഡിയോ ഇടാൻ നിൽക്കുന്നത് എന്നുള്ളത്. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത് തന്നെ, ഞാനൊരു സാധാരണ വീട്ടമ്മയല്ല. ചിലപ്പം എൻ്റെ സിറ്റുവേഷനിലുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, വളരെ കുറച്ച് പേര് ഉണ്ടാവുള്ളൂ. കാരണം എനിക്ക് 38 39 ആ ഒരു ഏജാണ്. ഈ ഒരു ഏജിൽ ഞാൻ അത്യാവശ്യം കുറച്ച് പക്വതയോട് കൂടിയിട്ട് പെരുമാറേണ്ട ഒരു ആളായി മാറിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒരേ സമയത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ ഞാൻ മുന്നോട്ട് തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ പോകുന്നുള്ള ആ ഒരു ഉറപ്പിൽ തന്നെയാണ് പോകുന്നത്. കുറേ പേർക്കൊക്കെ എന്നെ അറിയും, പക്ഷെ എന്നാലും പുതുതായിട്ട് കാണുന്നവർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. നമ്മളിതുവരെയുള്ള വീഡിയോസൊന്നും കാണാത്തവർക്ക് അറിയുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് വീഡിയോസിൽ ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഞാനായി എൻ്റെ പാടായി ഞാൻ ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നില്ല. അതുപോലെ ദയവായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നെഗറ്റീവും പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ അത് പയറിൻ്റെ ഇല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത ശേഷം അത് പിഴിഞ്ഞെടുക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഗുണം പോകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ ഫൈബർ ഉണ്ടാവും, ഫൈബർ കണ്ടൻറ്റ് നന്നായിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. എന്നിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു ഉപ്പേരി തോരൻ ആ ഒരു രീതിയിലാവും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇനി കഴിക്കുന്ന കാണണ്ടേ, ബീഫ് നല്ലോണം ഫ്രൈ ആക്കിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഫ്രൈ ആക്കാനുണ്ടായിരുന്നു, കുറച്ചുകൂടെ കുരുമുളക് ഇടണം എന്നുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ ബ്ലാക്ക് കളറിൽ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ബീഫ്. പക്ഷെ ഇവിടെയൊക്കെ സമ്മതിക്കില്ല, അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കരുത് പറഞ്ഞിട്ട് നല്ലോണം വഴക്ക് കിട്ടും. അപ്പോൾ എനിക്ക് അതാണ് ഞാൻ കുറച്ചധികം ബീഫ് ഉണ്ടാക്കി എനിക്ക് നല്ലോണം മൂപ്പിച്ച് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. നമ്മളിഷ്ടപ്പെട്ട് കഴിക്കേണ്ട പിന്നെ എത്ര ലൈഫ് ഉണ്ടായിട്ട് എന്താ കാര്യമല്ലേ. ഞാൻ ഭക്ഷണം നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ് കേട്ടോ. പക്ഷേ തടിയിൽ കാണാറില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, പക്ഷേ എന്താ പറയുക, സ്വീറ്റ് കഴിക്കുന്നത് കുറച്ച് കുറവാണ്. മധുരം ഇട്ടിട്ടുള്ള ചായ കുടിക്കും, അല്ലാണ്ട് സ്വീറ്റ് കഴിക്കുന്നത് കുറവാണ്. പിന്നെ വെറുതെ ഇങ്ങനെ കുറച്ചുകൊണ്ട് വെക്കില്ല, ആവശ്യത്തിന് മാത്രമേ കഴിക്കുള്ളൂ. കഴിക്കണം നല്ല അടിപൊളിയായിട്ട് കഴിക്കും കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, ബൈ.